നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ടയാണ്. അപ്പം നമ്മൾ ഇടുക്കിയിലേക്ക് പോവാണ്. അപ്പം ലോഡ് കയറ്റാൻ തുടങ്ങുവാണ്. പിന്നെ ലോഡ് കയറ്റി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പം പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അതുകൊണ്ട് ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് കല്ലൂമുക്ക് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇതിൽ നേരെ പോയാൽ നമുക്ക് മൈലപ്പുറയോട്ട് പോകാം. ഇതിൽ പോയാലും നമുക്ക് റാന്നി അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ ഈ വഴിയാണ് പോകുന്നത്. ഈ വഴി താഴേക്ക് കിടക്കുന്ന വഴി നോക്കിയാണെങ്കിൽ കടമനട്ടേക്ക് പോകുന്ന വഴിയാണ്. ഈ വഴി പോയാലും നമുക്ക് കടമനട്ടേക്ക് പോകാൻ കഴിയും. ഇതേ വണ്ടി ഏതാണ്ട് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലോഡ് കയറ്റാൻ വന്ന സമയത്താണെങ്കിൽ ഇവിടെ ഒരു ചേച്ചിയാണ് വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഒരു ബക്കറ്റ് വെച്ചിട്ടാണ് അതിൽ കൂടാണ് ഒരു പൈപ്പ് കണക്ട് ചെയ്തിട്ട് അതിൽ കൂടാണ് താഴെയാണ് ചേച്ചിയുടെ വീട്. അപ്പം താഴേക്കാണ് വെള്ളം പോകുന്നത്. ലോഡ് കയറി കഴിഞ്ഞു. അപ്പം 1500 കിലോയേ ഉള്ളൂ. അപ്പം ഇനി പോകുന്ന വഴിയിലെ കാഴ്ചകളാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് മണ്ണാർക്കുളഞ്ഞി എന്നാണ് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര്. ഇനി നമുക്ക് പോകേണ്ടത് റാന്നിയിലേക്കാണ് പോകേണ്ടത്. ഇത് ഏകദേശം ഇവിടുന്ന് ഒരു 10-11 കിലോമീറ്ററെങ്കിലും വരും. ഇവിടുന്ന് നമ്മൾ ഇവിടുന്ന് ഒരു 10-11 കിലോമീറ്റർ വരും. നമുക്ക് പോകേണ്ടത് ലെഫ്റ്റാണ്. റൈറ്റ് പോയാൽ നമ്മൾ പത്തനംതിട്ടയ്ക്കാണ് പോകുന്നത്. ഇനി റാന്നി ചെന്നിട്ട് കാണിച്ചു തരാം. ഇവിടുത്തെ കൃഷി എന്ന് പറഞ്ഞാൽ റബ്ബറുണ്ട്, മറ്റേ കൈതച്ചക്ക, അതിൻ്റെ കൃഷിയാണ് ഇവിടെ കൂടുതൽ കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ റാന്നിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ഒരു 10-11 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് പോകാനായിട്ട് ഒരു 10-11 കിലോമീറ്റർ ഉണ്ട്. രാവിലെ നമ്മളിപ്പോൾ സമയം 10 മണിയായി. വലിയ തിരക്കൊന്നുമില്ല, ചെറിയൊരു തിരക്കാണ്. റോഡിലാണെങ്കിൽ വണ്ടികളൊക്കെ കുറവാണ്. ഒരു കനാൽ ഉണ്ട്. ഇപ്പം കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പാണെങ്കിൽ ഈ പാലത്തിനടിയിലാണെങ്കിൽ ഒരു വണ്ടി വന്ന് കുടുങ്ങിയാണ് സ്റ്റക്കായിരുന്നു. ഒരു ലോഡ് വണ്ടിയാണെങ്കിൽ ഒന്ന് സ്റ്റക്കായി നിന്നായിരുന്നു. അങ്ങനെ റാന്നിയായി. നമ്മൾ റാന്നി പാലത്തേലോട്ട് കയറാൻ പോണേ. റാന്നി പാലത്തിൽ കയറാൻ പോവുകയാണ്. തൊട്ടപ്പുറത്താണെങ്കിൽ പൊളിഞ്ഞൊരു പാലമുണ്ട്. കാണാൻ പറ്റുമെന്നില്ല, വണ്ടി ആയതുകൊണ്ട്. നാട്ടിലൊക്കെ ആണെങ്കിൽ വെള്ളവും കുറവാണ്. അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്ലാച്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടുന്ന് നമുക്ക് നേരെ പോയാൽ പൊൻകുന്നം പാലയൊക്കെ പോകുന്നത്. നമ്മൾ പോകുന്നത് റൈറ്റാണ്. റൈറ്റ് നമ്മൾ എരുമേലിക്കാണ് പോകുന്നത്. ഇവിടുന്ന് എരുമേലിക്ക് ഏകദേശം 9 കിലോമീറ്റർ ഉണ്ട്. എരുമേലിക്ക് ഫോറസ്റ്റ്, ചെറുതായിട്ട് ഫോറസ്റ്റ് തുടങ്ങി. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് തണുപ്പ് കിട്ടും. ഈ കാട്ടിലോട്ട് കയറി കഴിയുമ്പോൾ ാണ് ചെറുവള്ളി എസ്റ്റേറ്റ്. ഇതിൻ്റെ ഏതോ ഭാഗത്തായിട്ടാണ് എയർപോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. ഉള്ളിലെങ്ങാണ്ടാണ് എയർപോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ നമ്മൾ വനത്തിനകത്തോട്ട് കയറി. പൊന്തൻപുഴ വനമാണ്. നമ്മൾ പുറത്തുകൂടൊക്കെ വരുമ്പം, പുറത്തുകൂടല്ല, ടൗണിൽ കൂടെ ഒക്കെ വരുമ്പോൾ ഭയങ്കര ചൂടല്ലേ. അപ്പം നമ്മൾ ഈ കാട്ടിനകത്തോട്ട് കയറിയപ്പോൾ നമുക്ക് പ്രത്യേക ഒരു തണുപ്പും കാര്യങ്ങളാണ്. പുറത്തുകൂടെ വന്ന ചൂടൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇല്ലാതായി പോകുന്ന പോലെയാണ് ഈ വനത്തിൽ കയറിയപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. വേസ്റ്റൊക്കെ ഉണ്ട് റോഡ് സൈഡിൽ. വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വനമെന്ന് പറഞ്ഞാലും ആൾക്കാരെല്ലാം കൊണ്ട് റോഡ് സൈഡിലോട്ട് തട്ടിയിട്ട് പോവാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് ഏകദേശം നമ്മൾ തിരിച്ചെടുത്ത് പോകുന്ന ഏകദേശം നമുക്ക് എത്തേണ്ട സ്ഥലം വരെ ഏകദേശം നമുക്കുള്ള ദൂരം 124-125 കിലോമീറ്റർ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഫുള്ള് വീഡിയോ നമ്മൾ എടുക്കാൻ പോയാൽ സമയം ഒത്തിരി എടുക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വേണ്ടുന്ന ഭാഗങ്ങൾ മാത്രമേ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്കാണ് നമ്മളെ പോലീസ് ഒന്ന് കൈ കാണിച്ചു. അപ്പോൾ സീറ്റ് ബെൽറ്റും കാക്കിയൊക്കെ ഇട്ടുകൊണ്ട് നമ്മളെ വെറുതെ വിട്ടു പൊക്കോളം പറഞ്ഞു. അപ്പോൾ എല്ലാവരും സീറ്റ് ബെൽറ്റും കാക്കിയൊക്കെ ഇട്ട് വണ്ടി ഓടിക്കണം. എരുമേലിയാണേ. ഇപ്പം ചെറുതായിട്ടുണ്ട് അയ്യപ്പന്മാരുടെ തിരക്ക്. കഴിഞ്ഞ ദിവസം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇവിടുന്ന് ഇനി പോകുന്നത് റൈറ്റാണ്. മുണ്ടക്കയം റൈറ്റ് പോയ മുണ്ടക്കയം നമ്മൾ പോവാണ്. നമ്മളാണെങ്കിൽ ഒരു കുപ്പി വെള്ളം മേടിക്കാൻ വേണ്ടി നിർത്തിയാണേ. ചെറിയൊരു പനിയുണ്ട്. അപ്പം അതിന് 2 ഗുളിക കഴിക്കണമായിരുന്നു. രാവിലെ ഫുഡ് കഴിച്ചു, പക്ഷേ ഗുളിക കഴിക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഒരു കുപ്പി വെള്ളം മേടിക്കാൻ വേണ്ടി വന്നതാണ്. ചേട്ടാ, ഒരു തണുക്കാത്ത വെള്ളം വേണമല്ലോ.
ഇത്രയും മരുന്ന് 2 മരുന്ന് കഴിക്കാനുണ്ട്. അല്ല, ഒരെണ്ണം ഉണ്ട്. ഒരെണ്ണം ഭക്ഷണത്തിന് മുമ്പായിരുന്നു അത്, പക്ഷേ മറന്നുപോയി. എന്തായാലും ഇത് കഴിക്കട്ടെ. മുണ്ടക്കയം എത്തി. മുണ്ടക്കയത്തും തിരക്ക് കുറവാണ്. ഞാൻ ഉള്ളിലോട്ട് കയറിയിട്ട് നോക്കാം തിരക്കുണ്ടോ ഇല്ലയോ. ഈ വഴിയൊക്കെ തിരക്കാവുന്നതാണ്. ആ സ്ഥലമൊക്കെ ഇപ്പോഴും തിരക്കുള്ള സ്ഥലമാണ്. ഇപ്പോഴും ഇടുക്കിക്ക് പോകുന്നത് വെളുപ്പിനെയാണ്, രാവിലെയാണ്. അപ്പം രാവിലെ പോകുന്നതുകൊണ്ട് നമുക്ക് റോഡിലൊക്കെ വലിയ തിരക്കില്ല, വണ്ടി കുറവാണ്. അതുകൊണ്ട് വണ്ടി ഓടിക്കാനും പെട്ടെന്ന് എത്താനും നമുക്ക് കഴിയും. പക്ഷെ ഇന്ന് നമ്മൾ നേരെ എല്ലാം വെളുത്ത് കഴിഞ്ഞിട്ടാണ് ലോഡ് കയറാനായിട്ട്. പക്ഷെങ്കിൽ ലോഡ് കയറ്റി തരാനാണെങ്കിൽ ആള് കുറവായിരുന്നു, ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ താമസിച്ചു പോയത്. അല്ലെ നമ്മൾ നേരത്തെ വന്നോ. നേരത്തെ പോയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റി. ഇതാണ് കൊടുകുത്തി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതാണെങ്കിൽ ഇവിടെ ഒരു കാളച്ചന്തയുണ്ട്. കാളയെ കൊണ്ടെന്ന് തോന്നുന്നു, ഞാൻ കാണിച്ചു തരാം. തട്ടോ വണ്ടി സൈഡിലൂടെ നിൽക്കട്ടെ. സുഹൃത്തുക്കൾ, അതുകൊണ്ട് ഇതാണ് കൊടുകുത്തി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ ആണെങ്കിൽ ഒരു കാളച്ചന്തയൊക്കെ ഉണ്ട്. ഇന്ന് താമസിച്ചു പോയില്ലേ, 10:45 ആയി. അപ്പം അതുകൊണ്ട് കാളകളൊക്കെ കുറവാണ്. അല്ലെങ്കിൽ ഫുള്ള് ഇവിടെ തിരക്കാണ്. ഈ സൈഡ് ഫുള്ള് വണ്ടിയായിരിക്കും. വേറൊരു ഇതാണ് നമ്മുടെ കൊടുകുത്തി. നമ്മൾ കയറി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ കഴിയുന്ന കാഴ്ചയാണ് ഈ മലകളും താഴെയുള്ള കാഴ്ചകളൊക്കെ. ഇത് എല്ലാവരും കാണിക്കുന്നതാണ്, എന്നാലും കാണിക്കാൻ പറ്റുന്നില്ല. കാരണം സൈഡിലെല്ലാം വണ്ടി തിരക്കും കാര്യങ്ങളാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ അങ്ങോട്ട് വേണ്ടി ഞാൻ കാണിച്ചു തരാം. ക്ലിയറായിട്ട് ഇതാണെങ്കിൽ രാവിലെ പോകണം. ഇങ്ങനെ രാവിലെ തന്നെ വരുമ്പം കാണാൻ പറ്റും. പിന്നെ കോടയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതും പ്രത്യേക രസമാണ്. ഇപ്പം വെയിൽ അതും ഒരു രസം, കോട ഉള്ളപ്പോൾ അതും ഒരു രസം, എല്ലാം രസമാണ്. ഇവിടെ ആണെങ്കിൽ ലോഡ് വണ്ടി നിർത്തിയിടാനായിട്ട് നമുക്ക് പറ്റത്തില്ല. പുറകിലൊക്കെ വണ്ടി വന്ന് ഓടിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവർക്കും കൂടെ ശല്യമാണല്ലോ. വണ്ടി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ വണ്ടി ഒത്തിരി നിർത്തിയിട്ടില്ല. നമുക്ക് ഇറങ്ങി ചെല്ലണമെന്നോ ഇറങ്ങി ചെന്ന് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നേ. പക്ഷേ എങ്കിൽ ഇതാണ് കാരണം. പോകുന്ന വഴി കാണാം വേറെ കാഴ്ചകളൊക്കെ ഉണ്ട്, അതൊക്കെ കാണിക്കാം. പറഞ്ഞ പുക വരുന്നത് എന്താണെന്ന് അറിയത്തില്ല. ഒന്നും ഉള്ള പുക. അങ്ങനെ വളഞ്ഞിങ്ങാനം വെള്ളച്ചാട്ടം എത്താറായി. നമ്മളങ്ങനെ ആളൊക്കെ ഉണ്ട്. ആള് കുറവൊന്നുമല്ല, ആളൊക്കെ ഉണ്ട്. പക്ഷെ വെള്ളം കുറവാണ്, വെള്ളം തീരെ കുറവാണ്. ചെറിയ തിരക്കുണ്ട്. ഓക്കെ, ഇനി കുട്ടിക്കാനം എത്തിയിട്ട് കാണാം. കുട്ടിക്കാനം എത്തി. നമ്മളിനി ഇവിടുന്ന് പോകുന്നത് ലെഫ്റ്റാണ്. കട്ടപ്പന 40 കിലോമീറ്റർ. നമ്മുടെ നേരെ ഫ്രണ്ടിൽ കാണുന്നതിൻ്റെ മരിയൻ കോളേജാണ്. അപ്പം ഇങ്ങോട്ട് നമ്മൾ റൈറ്റ് പോകണമെങ്കിൽ കുമ്പളയ്ക്കൊക്കെ പോകുന്ന വഴിയാണ്. നമുക്ക് പോകേണ്ടത് ലെഫ്റ്റ് 40 കിലോമീറ്റർ. മരിയൻ കോളേജാണ്. മരിയൻ കോളേജിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത്. ചെറിയ തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നട്ടുച്ച ആയതുകൊണ്ടാണ് ഇത്രയും ചൂട്. ചെറിയ തണുപ്പുണ്ട്. റബ്ബർ തോട്ടമൊക്കെ ആയിട്ട് നമ്മൾ ഇനി തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെയാണ്. തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥയൊക്കെ മാറി. ആ തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നവരുടെ കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ ഏലപ്പാറ എടുക്കാറായിരുന്നു. ഇച്ചിരി ദൂരം കൂടെ ഉള്ളൂ നമ്മൾ നിൽക്കുന്നത്. ആ റോഡ് കണ്ടോ? ആ റോഡാണെങ്കിൽ വാഗമണ്ണോട്ട് പോകുന്ന റോഡാണ്. ഒരു 15 കിലോമീറ്റർ ഉള്ളൂ വാഗമണ്ണ്. അല്ല സോറി, ഏലപ്പാറയിൽ 15 കിലോമീറ്റർ ഉള്ളൂ. അതിൻ്റെ താഴെ ഒരു തോടും ഉണ്ട്. പിന്നെ
വ്യത്യാസം കണ്ടില്ലേ തേയിലയുടെ ഇടയ്ക്ക് ഒരു വ്യത്യാസം കണ്ടില്ല. അതാണെങ്കിൽ ആ തേയിലയൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞേക്കുവാണ്, നല്ലോണം ഉണ്ടാകാൻ വേണ്ടിയാണ് വെട്ടിക്കളഞ്ഞേക്കുവാണ്. അതിൻ്റെ മുൾവശമല്ല. ഇനി അങ്ങോട്ട് ഏലപ്പാറ ചെന്നിട്ട് കാണിക്കാം. ഇങ്ങനെ ഏലപ്പാറ ടൗൺ. എൻ്റെ ഈ സൈഡിൽ കൂടെ കിടക്കുന്ന വഴിയുണ്ടോ, ലെഫ്റ്റ് വഴി, അതിലെയാണ് വാഗമണ്ണോട്ട് പോകുന്നത്. മനുഷ്യന്റെ ജീവിതത്തിൽ അനുഗ്രഹം ലഭിക്കുവാൻ ഒരു പ്രകാശം നടക്കുന്നുണ്ട്. ഇതാണ് ഏലപ്പാറ ബസ് സ്റ്റാൻഡും ഇത് തന്നെയാണ്. ഇത് അത്യാവശ്യം തിരക്കുള്ള ഒരു സ്ഥലമാണ്. കാരണം ഇവിടെ തേയിലപ്പണിക്ക് വരുന്ന ആൾക്കാരുണ്ടല്ലോ, തേയിലത്തോട്ടത്തിൽ തമിഴന്മാരാണ് കൂടുതലുള്ളത് തോന്നുന്നു. ഇവിടെ ഉണ്ടോ ഈ പശുപ്പാറ. ഈ വഴി വേണമെങ്കിലും നമുക്ക് കട്ടപ്പനയ്ക്ക് പോകാൻ പറ്റും. പക്ഷെ അത് ഉപ്പുതറ വരെ വന്നിറങ്ങുവേ. എന്നിട്ട് നമ്മളിപ്പോൾ നേരെ പോകുന്ന വഴിയും ഏലപ്പാറ കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ കാണുന്നൊരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. റോഡ് സൈഡിൽ നിന്നാൽ കാണാൻ പറ്റും ഈ വെള്ളച്ചാട്ടം. ഈ കാണുന്നത് ഒരു വെള്ളച്ചാട്ടമാണ്. പക്ഷെങ്കിൽ വെള്ളമില്ല, മഴ പെയ്താൽ മാത്രം പ്രത്യക്ഷമാകുന്ന വെള്ളച്ചാട്ടം. വെള്ളം ചെറിയ രീതിയിൽ. പക്ഷേ ഇപ്പം നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ചപ്പാത്ത് നാലടി കേട്ടോ. അപ്പം ഇവിടെയാണ് റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിക്ക്. അതുകൊണ്ട് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ചാടിത്തുള്ളി വേണം പോകാനായിട്ട്. ഇടയ്ക്കായിട്ട് ടാർ ചെയ്തിട്ടുണ്ട്, എങ്കിലും ഇവിടെ കുറേ അങ്ങോട്ട് ടാർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കട്ടപ്പനയായിട്ടുണ്ട്. ഇനിയും നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ട് ചെന്നിട്ട് വലത്തേക്ക് തിരിയും, ഇരട്ടയാർ റോഡിലേക്ക് കയറും. നേരെ പോയ തൊടുപുഴ, നമുക്ക് പോകേണ്ടത് മലത്തോട്ട്. നമ്മൾ ലോഡുമായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.